അപ്പോൾ ലിഞ്ച്ബർഗിലാണ്. അപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബ്ലഫ് വാക്ക് എന്നാണ് അതിന് പറയണത്. അപ്പോൾ അത് താഴോട്ട് പോകണമെന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ ആരോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. ബ്ലഫ് വാക്ക് അപ്പോൾ ഇവിടെ കുറേ പെയിൻറ്റിങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ കുറച്ച് കാണിച്ചേക്കാം. ഇത് ഗ്രാഫിറ്റി മോഡേൺ ആർട്ട് എല്ലാം കൂടി കമ്പൈൻഡ് ആണെന്ന് തോന്നുന്നു. കമ്പ്യൂട്ടർ ജനറേറ്റർ ആണെന്ന് തോന്നുന്നു ആ മലയുടെ. പിന്നെ അതിവിടെ ഇവിടെ വേറെ 2 പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാത്തിനും QR കോഡൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് സ്കാൻ ചെയ്തൊന്നും കാണിക്കണില്ല. ഇവിടെ ഇങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്. നമ്മൾ ബ്ലഫ് വാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇത് ഡ്രീമിങ് പറഞ്ഞ പെയിൻറ്റിംഗ് ആണെന്ന് എഴുതി വെച്ചേക്കണം. ഇവിടെ ലാരി ലൂയിസ് ടൈലർ ജൂനിയർ. പിന്നെ ഇതെന്തോ മോഡേൺ ആർട്ടാണ്. മരിയ ജോസ് ഗാർസിയ കൊറാഡ് ടെക്സ്റ്റൈൽസ്. പിന്നെ ഗ്രാൻഡ് മാൻ ആൻഡ് ഹെർ ക്യാറ്റ്, അതാണ് ഈ പെയിൻറ്റിങ്. പിന്നെ ഉള്ളത് കെന്നിനോളി വാക്കിംഗ്. ഇത് വാക്കിംഗ് ആണ്. പിന്നെ ഉള്ളത് ഇത് ബ്ലാക്ക് ആൻഡ് പ്രൗഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതിനെല്ലാത്തിനും QR കോഡൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റിൻ ഹോംസ് കൺസെപ്റ്റ് കൾച്ചർ. പിന്നെ ഉള്ളത് ഇത് ഇപ്പോൾ തെരേസ കോങ്ക്ലിൻ ഓൾ ദ ഫ്രണ്ട്സ്. ഇതുണ്ട്. ഇത് സെയ്ത്ത് ബാനർ ബോൾ. ഇത് ബേസിക്കലി ക്ലൗഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡോഗിൻ്റെ ഫേസിൽ ക്ലൗഡ് വെച്ച് ഉണ്ടാക്കിയേക്കാം. പിന്നുള്ളത് ഇതാണ് ആനി സ്പെൻസർ. ഇവരുടെ പേരിലൊരു മ്യൂസിയം ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് പെയിൻറ്റിങ്സ് ഇവിടെ. നമ്മൾ ഈ ബ്ലഫ് വാക്കിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലാൻഡ്സ്കേപ്പിങ്ങിൽ കുറച്ച് ഒരു 6 മരം പിടിപ്പിച്ചേക്കണുണ്ട്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ മറ്റേ ഇതാണ് ഗിങ്കോ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ജപ്പാനിലാണ് ഇതിൻ്റെ മെയിനായിട്ട് ഒറിജിൻ. ഇതിപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിന് ഇവിടെ US കണ്ടവരും ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ റെസിലിൻ്റാണ്, ഏത് ക്ലൈമറ്റിലും വളരും, പിന്നെ വലിയ കേടൊന്നും വരില്ല. പിന്നെ ഇത് മെയിലും ഫീമെയിൽ പ്ലാന്റും ഉണ്ട്. ഈ കാണുന്നൊക്കെ മെയിൽ പ്ലാന്റാണെന്നാണ് എൻ്റെ നിഗമനം. ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിലിൽ കായ ഉണ്ടാവും, മെയിലിൽ കായ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഫീമെയിൽ പ്ലാന്റ് ഞാൻ കായ ഉണ്ടാക്കണ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കായ ഉണ്ടാക്കണത്, ഗിങ്കോ സീഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ചൈനയിലും ജപ്പാനിലൊക്കെ ഇതിൻ്റെ സീഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്, ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ഉണ്ട്. പിന്നെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്കും ഗ്ലക്കോമ, പിന്നെ മെമ്മറി ലോസ്, പിന്നെ പനി, ചുമ, ഡിസെൻട്രി, പിന്നെ ഗോണോറിയ ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ പബ്മെഡിൽ എൻ്റെ സ്റ്റഡീസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അതും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.
അപ്പോൾ മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. സ്റ്റഡീസ് ഞാൻ നോക്കിയില്ല, എന്തായാലും ഞാൻ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം നമ്മുടെ നാട്ടിലും ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലൈമറ്റ് റെസിലൻ്റ് ആയതുകൊണ്ട് ഈ ചൂട് കൂടുതലുള്ള രാജസ്ഥാൻ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ മരമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും കാണാൻ ഭംഗിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ടാവും, സീഡ്സ് എഡിബിളാണ്. ഇത് ജപ്പാനിൽ ബിരിയാണി പോലെ ഡിഷിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതായാലും തെർപ്പറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഗിങ്കോ ട്രീ ഇത് ബ്ലഫ് വാക്കിൻ്റെ സൈഡിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലഫ് വാക്കിൻ്റെ ഒരു ബോർഡാണ്. അപ്പോൾ വെൽക്കം ടു ലോവർ ബ്ലഫ് വാക്ക്. എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. The pedestrian corridor offers a unique passageway that creates multiple links to mixed-use cultural district. The courtyards and overlooks are throughout the walkway with various access points to the riverfront area. City of Lynchburg Public Works Department is hopeful that you enjoy. എന്തായാലും ഞാനൊരു 30 സെൻറ്റ് കാണിച്ചേക്കാം. ഇപ്പോൾ ഇതുപോലത്തെ ഹോർഡിങ്സ് ഒക്കെ ഉണ്ടാക്കണവർക്ക് ഈ റൂൾസും ഇതൊക്കെ യൂസ്ഫുള്ളായിരിക്കും. ഇതാണ് ബ്ലഫ് വാക്കിൻ്റെ ഹോർഡിങ്. പിന്നെ ഒരു സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് വാട്ടർ ബെയറാണ്, ഇത് സ്റ്റാച്ചു ആണ്. അപ്പോൾ ഇത് ആസ്ട്രോളജി ആയിട്ട് ലിങ്ക്ഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഏജ് ഓഫ് അക്വേറിയസ് വരുന്നതാണല്ലോ. ഇപ്പോൾ 2100 തൊട്ട് ഏജ് ഓഫ് അക്വേറിയസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതായിട്ട് റിസംബ്ലൻസ് ഉള്ളതുകൊണ്ടാണ് ഈ സ്റ്റാച്ചു വെച്ചേക്കുന്നത്. അതായിട്ട് ഐഡിയ ഉള്ളവർക്ക് കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ വായിച്ചുള്ള അറിവാണ്. പിന്നെ അത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 1883 ആദ്യം ഉണ്ടാക്കിയത്. സിംഗിളാണ്, സിങ്ക് മെറ്റൽ വെച്ചിട്ടാണ്. പിന്നെ 2012 ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണം. അപ്പോൾ 15 ഇത് രജിസ്ട്രേഷൻ കഴിഞ്ഞത്. ഇതാണ് വാട്ടർ ബെയർ സ്റ്റാച്ചു. ഇത് ഇവിടെ കാണിച്ചേക്കാം. പിന്നെ ഇവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്, ആൾക്കാർക്കൊക്കെ ഇരിക്കാം. പിന്നെ ഈ റിവർ ഫ്രണ്ട് വ്യൂ, അപ്പുറത്ത് റിവറാണല്ലോ, ഈ റെയിലുണ്ട് താഴത്ത്. അതിൻ്റെ അപ്പുറത്ത് ഒരു ഫൗണ്ടനുണ്ട്, ഒരു പാലമുണ്ട്. പിന്നെ US ഫ്ലാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ സൂം ചെയ്ത് കാണിക്കാം. പിന്നെ ഫൗണ്ടനുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള വ്യൂ. താഴത്തെ സ്ട്രീറ്റ്. ഇത് ബ്ലഫ് വാക്കിൽ ഇവിടെ കസേരയൊക്കെ ഇട്ടുണ്ട്. ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പനോരമിക് വ്യൂ എല്ലാവർക്കും കാണാം. ബ്ലഫ് വാക്കിൽ ഇത് ഇങ്ങനെ ഒരു ഷെഡ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പിയാനോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും താല്പര്യമുള്ളവർക്കൊക്കെ വന്ന് പിയാനോ ഒക്കെ വായിച്ച് എൻജോയ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു കസേരയും പിയാനോ വായിക്കാനുള്ള ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിയാനോ പിന്നെ മ്യൂസിക് ആൻഡ് ആർട്ട് ഓഫ് ലിഞ്ചബർഗ്. ഇത് ഡേറ്റൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇതൊരു കമൻറ്റബിൾ മോഡലാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ നമ്മുടെ നാട്ടിൽ പിയാനോ ഒക്കെ ഒരു വീണ വെക്കാമെന്നാണ്. വീണ വെച്ചിട്ട് ആൾക്കാർക്കൊന്ന് വായിക്കാനുള്ള സംവിധാനം ഇതുപോലെ
പിന്നെ അത് ഇവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ ഈ ഫോട്ടോ വിത്ത് 5 of 4 പയ്യാനോസ് ഇതുപോലെ 5 ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം പോയി ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഇവരുടെ ഗൂഗിൾ ഫോമിൽ സബ്മിറ്റ് ചെയ്യുക. ഹാഷ്ടാഗ് ഇടാൻ പറയുന്നു. അത് എവിടെ ഈ ഹാഷ്ടാഗ് ഇടണമെന്ന് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായില്ല. ഈ ഗൂഗിൾ കോഡിൽ കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഡേറ്റ് കഴിഞ്ഞു, ഇനിയിപ്പോൾ സ്കാൻ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബ്ലഫാക്കിൽ നമ്മൾ തുടർന്നിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ കുറച്ച് സ്റ്റെയർ ഇങ്ങനെ വെച്ചേക്കണ്ടല്ലോ, ഈ താഴെ വരല്ല, ഇതാണ് ഈ ബ്ലഫാക്ക്. അപ്പോൾ ഏതായാലും ഇവിടെ വരെ വന്നാലോ, നമുക്ക് ഇതിലൂടെ ഇറങ്ങി നോക്കാം. ഇതിപ്പുറത്ത് ചെറിയ അപ്പാർട്ട്മെൻറ്റ്സ് ആണെന്ന് തോന്നുന്നു, ലോഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇത് സർവീസ് ബെറി എന്ന് പറഞ്ഞ ചെടിയാണ്. അതിൻ്റെ കായ നമുക്ക് കഴിക്കാം. ഇത് നമ്മൾ കണ്ട ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ്. ഇത് മിഡ് പോയിൻ്റ് അപ്പാർട്ട്മെൻറ്റ്സ്. ബ്ലഫ് വാക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഇരിക്കണ രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടം കൊണ്ട് ബ്ലഫ് വാക്ക് അവസാനിക്കും. നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്കുള്ള ഒരു വ്യൂ കൂടി കാണിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഈ ഇറങ്ങി വന്ന സ്റ്റെയറാണ്. ഇതാണ് ബ്ലഫ് വാക്ക്. മൊത്തം 4 സ്റ്റെയർ ഉണ്ട്. അപ്പോൾ ഈ മിഡ് പോയിൻ്റ് അപ്പാർട്ട്മെൻറ്റ്സിന് തൊട്ടിപ്പുറത്തുള്ള ഈ സ്റ്റെയറിനാണ് ബ്ലഫ് വാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലിൻബർഗിലെ ബ്ലഫ് വാക്ക്.